എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാറ്ററീസ് ആണ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ചേർന്നിട്ടാണ് ബാറ്ററി ഉണ്ടാവുന്നത്. അതില് കെമിക്കൽ എനർജീനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാറ്ററിയുടെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫണ്ടമെന്റൽ പാർട്സ് ആയിട്ട് വരുന്നത് ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ആണ്. ആനോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. ഓക്സിഡേഷൻ നടക്കുന്നത് അവിടെയാണ്, വിച്ച് മീൻസ് റിലീസസ് ഇലക്ട്രോൺസ്. കാഥോഡിന്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. സൈറ്റ് ഓഫ് റിഡക്ഷൻ ആണ്, വിച്ച് ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അയോൺ കണ്ടക്ടിങ് മീഡിയ ആണ്. പിന്നെ ബാറ്ററിയുടെ കേസിൽ വരുന്നത് സെപ്പറേറ്റർ ഉണ്ടായിരിക്കും. സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് പ്രിവെന്റ് ചെയ്യാനും അയൺ ഫ്ലോ അലോ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതൊരു കണ്ടെയ്നറിലായിരിക്കും, ഫുൾ പാർട്സിനെ ഒരു കണ്ടെയ്നറിലായിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്താണ്, ലീക്ക് പ്രൂഫ് ആൻഡ് സ്റ്റേബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഫങ്ഷൻ. പിന്നെ ടെർമിനൽസ് ആണ്, നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് എൻഡ്സ് ഉണ്ടാവും എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കാനായിട്ട്, അല്ലെ. അപ്പോൾ ഇത്രയാണ് മെയിൻ പാർട്സ് ഓഫ് എ ബാറ്ററിയിൽ വരുന്നത്. ടൈപ്സ് ഓഫ് സെൽസ് നമുക്ക് നോക്കാം. സെൽസിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. പ്രൈമറി സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ റീചാർജബിൾ, സിംഗിൾ യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോക്സിലും ടോയ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൈമറി സെല്ലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈ സെല്ല്, ആൽക്കലൈൻ സെല്ല് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, റീചാർജബിൾ ആണ്, അതായത് റീയൂസ് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. നമ്മുടെ UPSന്റെ കേസില്, കാർസിന്റെ കേസില്, ഫോൺസിന്റെ കേസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്തരം സെക്കൻഡറി സെൽസ് ആണ്. എക്സാമ്പിൾസ് ആണ് ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ. നമുക്ക് ബാറ്ററിയുടെ വർക്കിംഗ് നോക്കാം. വർക്കിങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ രണ്ട് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഒന്ന് ഓക്സിഡേഷനും ഒന്ന് റിഡക്ഷനും. അതായത് റിഡോക്സ് റിയാക്ഷൻ രണ്ടും ഉള്ളത് കൊണ്ട് റിഡോക്സ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നമ്മൾ പറഞ്ഞ പോലെ ആനോഡിലും, റിഡക്ഷൻ എന്ന് പറഞ്ഞത് കാഥോഡിലും ആണ് നടക്കുന്നത്. ഡ്യൂറിങ് ഡിസ്ചാർജ്, അതായത് നമ്മൾ ബാറ്ററി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യാണ് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതേസമയം ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് എന്തുണ്ടാവും, അയോൺസ് ഇലക്ട്രോലൈറ്റ് കൂടെ മൂവ് ചെയ്യും. ഡ്യൂറിങ് ചാർജിങ്ങിന്റെ സമയത്ത് എന്താണ്, റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോണും അതുപോലെ റിഡക്ഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോണും. ഈ രണ്ട് റിയാക്ഷൻസും, അതായത് റിഡോക്സ് റിയാക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ബാറ്ററി റേറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും. ടോട്ടൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നത്, സീരീസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു ഒരു സെല്ലിന്റെ വോൾട്ടേജ് ചെയ്തതായിരിക്കും. കപ്പാസിറ്റി എന്ന് പറയുന്നത് AH-ലാണ്, ആംപിയർ അവേഴ്സിലാണ് പറയുന്നത്. ചാർജ് ഡെലിവേർഡ് എന്ന് പറയുന്നത് Q is equal to I into T. I equal to Q by T നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് Q is equal to I into T എഴുതാം. എനർജി റേറ്റിംഗ് പറയുകയാണെങ്കിൽ വാട്ട് അവറിലാണ് പറയുന്നത്. എനർജി is equal to എന്തായിരിക്കും, V into Q ചെയ്തതായിരിക്കും. വോൾട്ടേജ് റേറ്റിംഗ് ഇൻറ്റു ചാർജ് ഡെലിവേർഡ് ചെയ്തതായിരിക്കും. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടർ ഉണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൽ നിന്ന് ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വോൾട്ടേജ് അക്രോസ് ലോഡ് വരിക. ഓക്കെ, അതായത് V ലോഡ് വിൽ ബി ഈക്വൽ ടു E മൈനസ് I ഇൻറ്റു R. സ്മോൾ r എന്ന് പറയുന്നതാണ് ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സ്മോൾ r ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ വരുന്നത് എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി നമുക്കറിയാം, ഔട്ട്പുട്ട് എനർജി ഡിവൈഡ് ബൈ ഇൻപുട്ട് എനർജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ആയി. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് ആണ് അടുത്തത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ടൈപ്പിൽ കണക്ഷൻ എടുക്കാം. ഒന്ന് സീരീസ് ആയിട്ടുള്ള കണക്ഷൻ, അതായത് രണ്ട് സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു.
ഇവിടെ V1 ആണ് വോൾട്ടേജ്, ഇവിടെ V2 ആയിരിക്കും വോൾട്ടേജ്. ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2 ആയിരിക്കും. വോൾട്ടേജ് ആഡ് ചെയ്യും. കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, I തന്നെയാണ് വരിക. ഓക്കെ, അതാണ് സീരീസ് കണക്ഷന്റെ കേസിൽ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതുപോലെ തന്നെ. ഓക്കെ, പാരലൽ കണക്ഷന്റെ കേസിലാണെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ ആംപിയർ അവറിലുള്ള റേറ്റിംഗ് ആണ് ആഡ് ചെയ്ത് വരുന്നത്. പാരലൽ ആയിട്ട് രണ്ട് സെൽസ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കും. പാരലൽ ആണല്ലോ കണക്ഷൻ. കറണ്ട് എന്ന് പറയുന്നത് I1 I2 ആയിരിക്കും. അതായത് I is equal to I1 plus I2. കറണ്ട് ആണ് ഇവിടെ ആഡപ്പ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ആഡ് ചെയ്യുന്നു, വോൾട്ടേജ് റിമൈൻസ് സെയിം ഇൻ പാരലൽ കണക്ഷൻ. പിന്നെ വരുന്നത് സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. ഹയർ വോൾട്ടേജും ഹയർ കറണ്ടും ആവശ്യമുള്ള അപ്ലിക്കേഷൻസിലാണ് നമ്മൾ സീരീസ് പാരലൽ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EVs, ബാക്കപ്പ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സെൽ ടൈപ്പിന്റെയും സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആനോഡായിട്ട് എന്താണ് ആക്ട് ചെയ്യുന്നത്, കാഥോഡായിട്ട് എന്താണ് ആക്ട് ചെയ്യുന്നത്, ഏതാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് ഓരോ സെൽ ടൈപ്പിനനുസരിച്ച് നമ്മൾ പ്രൈമറി സെല്ലിന്റെയും സെക്കൻഡറി സെല്ലിന്റെയും സ്റ്റഡി മെറ്റീരിയൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സിൽസിന്റെ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും, സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് റിലേറ്റഡ്. മെർക്കുറി സെല്ലിലാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. കാർബൺ സിങ്ക് സെല്ലിന്റെ അമോണിയം ക്ലോറൈഡ് തന്നെയാണ്. അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? 1ന്റെ 1 തന്നെ രണ്ട് ഓപ്ഷൻസിലാണ്. അപ്പൊ ഈ ഓപ്ഷനും പോയി, ഈ ഓപ്ഷനും പോയി. 2ന്റെ വരുന്നത് 3 ആണ്. 2ന്റെ വരുന്നത് 3 ആണ്. അപ്പൊ ഓപ്ഷൻ സി. ഇതൊക്കെ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ സെൽ ടൈപ്പ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ പെർട്ടിക്കുലർ സെൽ ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്സ് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുള്ളത്. അപ്പോഴത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 numbers of 12 volt 80 ampere hours batteries are connected in series. സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 4 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് ടോട്ടൽ അതിൻ്റെ ആംപിയർ റേറ്റിംഗ് അതുപോലെ വോൾട്ടേജ് റേറ്റിംഗും എഴുതി വെക്കാം. ഇതിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? കറണ്ട് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആംപിയർ അവേഴ്സ് എന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും വരിക. അതേസമയം വോൾട്ടേജ് എന്ന് പറയുന്നത് ആഡ് ചെയ്തായിരിക്കും വരിക. അപ്പോൾ 4 ബാറ്ററീസ് ഉണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് V total will be equal to V1 plus V2 plus V3 plus V4 ആണ് വരിക. ഇവിടുത്തെ കേസിൽ V എല്ലാത്തിൻ്റെ ഈക്വൽ ആണ്, 12 വോൾട്ട് ആണ്. N ടൈംസ് എന്ന് പറയുമ്പോൾ N into V സെൽ ചെയ്താൽ പോരെ. N എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 into 1 സെല്ലിന്റെ വോൾട്ടേജ് 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 48 വോൾട്ട് ആണ്. അപ്പൊ ടോട്ടൽ വരുന്നത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി another 4 numbers of series connected 12 volt 80 ampere batteries are connected parallel to the first set of series connected battery. ഈ സീരീസ് കണക്റ്റഡ് ബാറ്ററിയുടെ പാരലൽ ആയിട്ട് മറ്റ് 4 ബാറ്ററീസ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും റേറ്റിംഗ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇത് പാരലലി 4 സെറ്റ്സ് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ളത് പാരലലി കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പോ ഇതിന്റെ കേസിൽ ഇത് 48 വോൾട്ട് എത്ര ആംപിയർ? 80 ആംപിയർ അവേഴ്സ് ആണ്. ഇവിടെയും ഉണ്ടാവുക എന്ത് തന്നെയാണ്? 48 വോൾട്ട് 80 ആംപിയർ അവേഴ്സ് തന്നെയാണല്ലോ. ഇനി ഇത് രണ്ടും പാരലലി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഫൈനൽ വോൾട്ടേജ് V final will be equal to 48 വോൾട്ട് തന്നെയായിരിക്കും. ആൻഡ് കപ്പാസിറ്റി ഇൻ ആംപിയേഴ്സ് അവേഴ്സ് will be equal to
രണ്ടിന്റെയും ആഡ് ചെയ്തതായിരിക്കും. 80 + 80 വിച്ച് ഈസ് ഈക്വൽ ടു 160 AH ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി, 48 വോൾട്ട് 160 ആംബിയർ അവേഴ്സ്. എഫക്റ്റീവ് വോൾട്ടേജും ആംബിയർ അവർ റേറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വരിക? 48 വോൾട്ട് 160 AH. ഓക്കെ അല്ലേ? Next question, which of the following statement is or are correct regarding maintenance of lead acid battery? Lead acid battery കേസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, do not overcharge or discharge the battery at high rates as it may cause buckling. It's a true statement. Buckling അല്ലെങ്കിൽ warping എന്ന് പറയും. warping. ബാറ്ററി ഓവറായി ചാർജ് ചെയ്യോ ഡിസ്ചാർജ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ബക്ലിംഗ് അല്ലെങ്കിൽ വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ബാറ്ററിയുടെ ലൈഫ് റെഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കി നോക്കാം. ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ബിലോ. ബിലോ ആണോ? അല്ല, എബവ് ആണ് എപ്പോഴും വെക്കേണ്ടത്. എബവ് പ്ലേറ്റ് ലെവൽ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ വെക്കേണ്ടത്. ഇനി എബവ് വരുന്നതിന് പകരം ബിലോ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്ലേറ്റ്സ് എക്സ്പോസ്ഡ് ആവും, അത് ഡാമേജ് ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ 1 കറക്റ്റും 2 ഇൻകറക്റ്റും ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ, ഓൺലി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് മെഷർ ചെയ്യാനാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് മീറ്റർ ആണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഹൈഡ്രോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സെൽ വിച്ച് ഈസ് കെമിക്കലി ഇറിവേഴ്സിബിൾ. കെമിക്കലി ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളത് ഏതാണ്? പ്രൈമറി സെല്ലാണ്. നമ്മൾ സെല്ലിന്റെ ടൈപ്സ് രണ്ടെണ്ണം പഠിച്ചു. പ്രൈമറി സെല്ലും ഉണ്ട്, സെക്കൻഡറി സെല്ലും ഉണ്ട്. പ്രൈമറി സെൽ എന്ന് പറയുന്നത് എന്താണ്? റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്, അഥവാ സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡറി സെല്ലാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത്. അത് നമുക്ക് റീചാർജബിൾ ആണ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ എ, പ്രൈമറി സെല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 12-volt batteries each with capacity of 150 ampere hours are connected in parallel. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 ബാറ്ററീസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടിന്റെയും റേറ്റിംഗ് 12 വോൾട്ട് 150 AH ആണ്. 12 വോൾട്ട് 150 AH ആണ് രണ്ടിന്റെയും വോൾട്ടേജും കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി ഇൻ ആംപിയർ അവേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വോൾട്ടേജ് സെയിം ആയിരിക്കും നമുക്കറിയാം. അപ്പൊ വോൾട്ടേജ് എന്തെന്നെ വരും? 12 തന്നെ വരും. ആംപിയർ അവർ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് വരും? ആഡ് ചെയ്ത് വരും. അതായത് 150 + 150 വിച്ച് മീൻസ് 300 ആംപിയർ അവേഴ്സ് ആണ് ഇവിടെ ടോട്ടൽ കപ്പാസിറ്റി വരിക. ഓപ്ഷൻ സി, 300 ആംപിയർ അവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ഹൈഡ്രോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ. എന്ത് മെഷർ ചെയ്യാനാണെന്ന്? ലെഡ് ആസിഡ് സെല്ലിലെ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 12-volt 60 AH batteries are connected in parallel. പാരലൽ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടും 12 വോൾട്ട് 60 AH ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 വോൾട്ട് 60 AH. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? വോൾട്ടേജ് സെയിമും, അതായത് 12 വോൾട്ടും കപ്പാസിറ്റി 60 + 60 ആഡപ്പ് ചെയ്തത്, അതായത് 120 ആംപിയർ അവേഴ്സ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ, 12 വോൾട്ട് 120 AH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലേഴ്സ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ആർ പ്രൊവൈഡഡ് ടു. ഫില്ലേഴ്സ് നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഫില്ലറിന്റെ ഫംഗ്ഷൻ ഇതാണ്, റിക്കവർ ആസിഡ് ലോസസ് ത്രൂ വേപ്പർ. അതിനു വേണ്ടിയിട്ടാണ് ഫില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫ്രം ദ ഗിവൺ സെൽസ് ഐഡന്റിഫൈ ദ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്. റീചാർജ് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി, റീചാർജബിൾ ആയിട്ടുള്ള ലെഡ് ആസിഡ് സെല്ലാണ്. സിങ്ക് ക്ലോറിൻ സെല്ല് പ്രൈമറി സെല്ലിലാണ് പെടുക. ഗാൽവാനിക് സെല്ലും പ്രൈമറി സെല്ലിലാണ് പെടുക. ലെക്ലാഞ്ചെ സെൽ എന്ന് പറയുന്നത് സിങ്കിന്റെ ഡ്രൈ സെല്ലിന് പറയുന്ന വേറൊരു പേരാണ്. ലെക്ലാഞ്ചെ ആണ് അത് ഇൻവെന്റ് ചെയ്തത്, അതുകൊണ്ടാണ് അതിനെ ലെക്ലാഞ്ചെ സെൽ എന്നും പറയുന്നത്. അപ്പോൾ ഇതും പ്രൈമറി ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി, ലെഡ് ആസിഡ് സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പോയിന്റ് എ ആൻഡ് ബി. എയുടെയും ബിയുടെ ഇടയിൽ വരുന്ന വോൾട്ടേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ സെയിം ഫോർ ദ ഓൾ സെൽസ്. ഇവിടെ രണ്ടെണ്ണം പാരലലി കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ വോൾട്ടേജ് രണ്ടിനും 5 വോൾട്ടിന്റെ ആണ്. രണ്ടും പാരലലി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കപ്പോ ഈ ഒരു പിക്ചറിനെ എങ്ങനെയാക്കാം? 10 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 5 വോൾട്ട് ആക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 10 plus 5 which is equal to 15 volt. വോൾട്ടേജ് ആഡപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി, 15 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെൽ. ഫുള്ളി ചാർജ്ഡ് സെല്ലിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്യാസിംഗ് അറ്റ് ബോത്ത് പ്ലേറ്റ്സ് ഓഫ് സെൽ, ഇറ്റ്സ് ട്രൂ. വോൾട്ടേജ് റൈസ് ഓഫ് സെൽ, ഇറ്റ്സ് ഓൾസോ ട്രൂ. ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ് എന്നാണ് ശരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി സെൽ? ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിങ്ക് കാർബൺ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചെ സെൽ. തൊട്ട് മുന്നേ നോക്കിയ ക്വസ്റ്റ്യനിലത്തെ ഒരു ഓപ്ഷൻ ആയിരുന്നു സിങ്ക് കാർബൺ ഡ്രൈ സെൽ തന്നെയാണ് ലെക്ലാഞ്ചെ സെൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ എന്താണ്? സിങ്ക് കാർബൺ ഡ്രൈ സെല്ലാണ്. ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി സെൽസിന്റെ എക്സാമ്പിൾ ആണ്, വിച്ച് ആർ റീയൂസബിൾ, റീചാർജബിൾ. Okay, next question. In series grouping of batteries, increase in the number of cells results in. Number of cells കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് ആണ് ആഡപ്പ് ചെയ്യുന്നത്. എഫക്റ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? V1 plus V2 plus എക്സെട്ര ആവുന്നു. അതേസമയം കറണ്ട് എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണോ കറണ്ട് റേറ്റിംഗ് ആയിരുന്നത് അത് തന്നെയായിരിക്കും. കോൺസ്റ്റന്റ് കറണ്ട് ആണ് വരിക. അപ്പൊ ഓപ്ഷൻ ബി, കോൺസ്റ്റന്റ് കറണ്ട്. ഇൻക്രീസ് ഇൻ കറണ്ട് വരുന്നത് ഏതിലാണ്? പാരലലിലാണ്. I1 I2 ഒക്കെ ആഡ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ആംപിയർ അവർ കപ്പാസിറ്റി ആഡ് ചെയ്ത് വരുന്നത്. അതേസമയം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഏതിലാണ്? അതും പാരലലിലാണ്. ഡിക്രീസ് ഇൻ കറണ്ട് അല്ല, കോൺസ്റ്റന്റ് ആയിട്ടാണ് കറണ്ട് നിൽക്കുക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, കോൺസ്റ്റന്റ് കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, battery pack consists of 4 cells, each rated 3.7 volt, 2500 mAh, milliampere hours ആണ് തന്നിട്ടുള്ളത്. 2s 2p കോൺഫിഗറേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പറയുന്നു. അതായത് രണ്ടെണ്ണം സീരീസ് ആയി കണക്ട് ചെയ്തതിന് പാരലൽ ആയിട്ട് അടുത്ത രണ്ടെണ്ണം സീരീസ് ആയത് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ 2s 2p കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2s 2p കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കേസിലുള്ള ടോട്ടൽ വോൾട്ടേജും കപ്പാസിറ്റി ഓഫ് പാക്കും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും 3.7 വോൾട്ടും 2500 mAh ആണെന്ന് നമുക്കറിയാം. ഈ രണ്ട് സെൽസിനെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3.7 plus 3.7 which is equal to 7.4 വോൾട്ട് ആയിരിക്കും. കപ്പാസിറ്റി റേറ്റിംഗ് 2500 mAh ഡിഫറൻസ് ഒന്നുമില്ല. അതിനുശേഷം താഴത്തെ രണ്ടെണ്ണത്തിന്റെയും ഇതുപോലെ തന്നെ വരും, 7.4 വോൾട്ട് ആവും, 2500 mAh ആണ് വരിക. ഇനി ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ് വിച്ച് മീൻസ് 7.4 വോൾട്ട് ആൻഡ് ആംപിയർ അവേഴ്സ് ആഡപ്പ് ചെയ്യും. 2500 plus 2500 which is equal to 5000 milli ampere hours ആവും ഇതിന്റെ റേറ്റിംഗ്.
അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ സി 7.4 വോൾട്ട് 5000 മില്ലി ആംപിയർ അവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റി ആൻഡ് വോൾട്ടേജ് ഓഫ് ബാറ്ററി സിസ്റ്റം വെൻ കണക്റ്റഡ് ഇൻ പാരലൽ? പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം കപ്പാസിറ്റി എന്ന് പറയുന്നത് ആഡപ്പ് ചെയ്ത് വരും അല്ലെ? അപ്പൊ അടുത്ത ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. Now the last question is, the electrolyte of nickel cadmium rechargeable cells is a mixture of, ഇതിന്റെ ആൻസർ വരിക പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡീഅയണൈസ്ഡ് വാട്ടർ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് സെല്ലിന്റെയും ആനോഡ്, കാഥോഡ്, അതുപോലെ ഇലക്ട്രോലൈറ്റ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ബാറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററീസ് എന്നുള്ള ടോപ്പിക് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.